അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതേപോലെ ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. അച്ഛനും അമ്മയും ചെറിയമ്മയും ചെറിയച്ഛനും വലിയമ്മയും വലിയച്ഛനും ഒക്കെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ കർക്കിടക കഞ്ഞിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്തായിരുന്നു? ശീബോധി വെക്കണമായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നേരെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് കർക്കിടക കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ കർക്കിടക കഞ്ഞി കഴിക്കണത് എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ കർക്കിടക മാസത്തിലൊന്നും നോക്കണ്ട, എപ്പോഴും ഇപ്പോൾ അതായത് ഈ കൊറോണ സമയം ആയതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നല്ലൊരു ഔഷധമാണ് ഈ ഔഷധക്കഞ്ഞി. നമ്മൾ അടുപ്പ് ഇതാ കത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനൊരു പാത്രം വെച്ചെടുക്കാം നമ്മളെ കഞ്ഞി ഉണ്ടാക്കാനുള്ള. അപ്പോൾ 400 ഗ്രാം ഞവരരിയാണ് നമ്മൾ കഞ്ഞിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചെടുക്കുന്നത് കേട്ടോ. ഈ വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്കുള്ള പച്ചമരുന്ന് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ 400 ഗ്രാം അരിക്കുള്ള പച്ചമരുന്ന് പൊടിയാണ് 1, 2, ഒരു 3 സ്പൂണ് പച്ചമരുന്ന് പൊടി. അപ്പോൾ ഈ പച്ചമരുന്ന് പൊടി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ചേർക്കണത് ഞാൻ പറഞ്ഞുതരാം. കുറുന്തോട്ടി, ചെറുള, മൂവില, ഓരില, വയൽച്ചുള്ളി, കരിങ്കുറിഞ്ഞി, നിലപ്പന, ആടലോടകം, തഴുതാമ, ചിറ്റരത്ത, ദേവതാരം, ഞെരിഞ്ഞിൽ, പതിമുഖം, ഇരട്ടിമധുരം, രാമച്ചം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. ഇതൊക്കെ പാടെ പേര് കേട്ടാണ്ട് ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട. ഇത് പിന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ, ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പൊടിയായിട്ട് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അവിടെ പോയി ചോദിച്ചാൽ അവർ തരും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് 5 മിനിറ്റ് വരെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ എന്നിട്ട് അത് തിളച്ചതിന് ശേഷം നമ്മൾ അത് അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിലാണ് പിന്നെ നമ്മൾ അരി വേവിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഒരുക്കി തന്നത് എക്സേ കളക്ഷൻസ് കീഴ്ശ്ശേരിയാണ്. ഫ്ലവറിൻ്റെ കടയാണ്. പൂക്കളും പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന അലങ്കാര വസ്തുക്കളും ടോയ്സ്, ഗിഫ്റ്റ് ഇതൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും അവിടെയും ഒന്ന് കൂടി സന്ദർശിക്കുക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നല്ല ചൂടാണ്, അപ്പോൾ ശ്രദ്ധിച്ചരിക്കണം. ഇതിൻ്റെ അടിയത്തേതാ ഈ ചണ്ടി നമുക്ക് ആവശ്യമില്ല. ഇനി ഈ വെള്ളത്തിൽ നമുക്ക് അരി വേവിക്കണം. അപ്പം നമ്മൾ ആ പാത്രം കഴുകിയ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചെടുക്കണേ വെള്ളം. ഇനി നമുക്ക് അതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഞവരരിയാണേ. ഈ ഞവരരിയും പിന്നെ ഇത് ഉഴുന്നല്ല കേട്ടോ, സോറി, ഉലുവയും ആശാളിയും, ഈ 2 സംഭവങ്ങളും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കണം. അപ്പം നമ്മൾ അരിയും ഉലുവയും ആശാളിയും ഇതിൽ ചേർത്തു. ഈ ആശാളിന്നൊന്നും കേട്ടാണ്ട് പേടിക്കേണ്ട കേട്ടോ, ഒക്കെ ആയുർവേദ കടയിൽ കിട്ടും വാങ്ങാൻ. ഇത് കിടന്ന് വേവട്ടെ, നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോകളും ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒക്കെ കാണുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് സമയം കടന്നിട്ടുണ്ട് വേവാൻ. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേവിച്ചെടുക്കണം എന്നുള്ളൊരു കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ. ഞവരരിക്ക് നല്ല വേവുണ്ട്. അപ്പം നമുക്ക് ഇതിക്ക് വേറെ പൊടിയും കൂടി ചേർക്കാണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിക്കുള്ള പൊടിമരുന്ന്. അപ്പോൾ ഈ പൊടിമരുന്ന് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടിമരുന്നിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ അമുക്കരം, ചുക്ക്, തിപ്പല്ലി, പിന്നെ കുരുമുളക്, ജീരകം, ശതകുപ്പ, കരിഞ്ജീരകം, കക്കുങ്കായ, ഇത്രയും സാധനങ്ങളാണ് ഈ പൊടിമരുന്നിലുള്ളത്. അപ്പോൾ അതും ആയുർവേദ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കിറ്റ് ഉണ്ട്, ആ കിറ്റ് വാങ്ങിച്ചാലും മതി. ആ പൊടി ഇടുന്ന സമയത്ത് ഇതുപോലെ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി സെറ്റാക്കണേ. ഇപ്പോൾ പൊടിമരുന്നൊക്കെ ചേർത്ത് നല്ലോണം സെറ്റായി വന്നതിന് കണ്ടില്ലേ, നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 തേങ്ങേൻ്റെ പാലാണേ.
നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ, അപ്പോൾ കൂടുതൽ നേരം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്നും കൂടെ തിള വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. നമ്മളിതിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഇതിൽ ചില ആൾക്കാർ ശർക്കരയൊക്കെ ചേർക്കലുണ്ട്, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കണേ. നമുക്കിതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കി വെക്കണം. നല്ല ചൂടാണേ. ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്കിനി കഞ്ഞി ഒന്ന് വറവിടണം. അപ്പോൾ അതിന് നമ്മളൊരു ചീനച്ചട്ടി വെച്ചെടുക്കുകയാണേ. നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടിട്ടാണ് വറവിടുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായതിന് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, വെളിച്ചെണ്ണ ആയാലും മതി. അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചെന്നുള്ളൂ. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു വിളമ്പാനായിട്ടൊരു പാത്രത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. അച്ഛനും അമ്മയും ചെറിയമ്മയും ചെറിയച്ഛനും വലിയമ്മയും വലിയച്ഛനും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെയാണ് നമ്മളിന്ന് ഈ ഔഷധക്കഞ്ഞി കൊടുക്കണേ. ഈ ഇലേൻ്റെ കയ്യിലാണ് ഇത്. അമ്മ ഉണ്ടാക്കി തന്നാട്ടോ, അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നാണേ. അപ്പോൾ ഈ ഇലേൻ്റെ കയ്യിലും ഞാൻ അതേപോലെ വെക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് എടുത്താണേ. അപ്പോൾ നമ്മൾ ഔഷധക്കഞ്ഞി ഞാൻ കുടിക്കാൻ കൊടുക്കുകയാണ്. എന്നാ ബാ മനു. ഇത് അച്ഛനാണേ, ഇത് ചെറിയച്ഛൻ, ഇത് വലിയച്ഛൻ, ഇത് വലിയമ്മ. ചൂടുണ്ടാവും കേട്ടോ. ഇത് അമ്മ, അമ്മയാണ് നമുക്ക് ഇല ഈ കയ്യിലുണ്ടാക്കി തന്നിട്ടോ. ഇത് ചെറിയമ്മ. ഇനി എല്ലാവരും കുടിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. കുടിച്ചോളി. അപ്പോൾ ഇവരിത് കുടിക്കാനിട്ട് എനിക്കിങ്ങനെ കൊതി വരുന്നുണ്ട്. ഞാൻ കൂടി കുറച്ച് കുടിച്ചേക്കട്ടെ കേട്ടോ. ചെറിയമ്മേനെ അടുത്ത് നിന്നൊക്കെ എടുത്തിട്ട്. ചൂടുണ്ടോ? എങ്ങനെയുണ്ട്? രസമുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു കയ്പ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ കയ്പ്പ് ഇങ്ങനെ തന്നെ ആവില്ല, ഇതിൻ്റെ ടേസ്റ്റ്. ഇവരൊക്കെയാണ് ഇത് കുടിക്കുന്ന ആൾക്കാർ, എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാരണന്മാർ പറയണ മാതിരി മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞില്ല. എന്നാൽ ഇതിന്റെ ഗുണം പിന്നീടാണ് അറിയാം. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഔഷധങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് പിന്നെ ഔഷധക്കഞ്ഞിയാണ്. കർക്കിടക്കഞ്ഞി എന്നും പറയും. അത് കർക്കിടത്തിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കർക്കിടക്കഞ്ഞി അറിയണത്. എന്തുകൊണ്ടാണ് ഈ കർക്കിടത്തിൽ ഈ കഞ്ഞി ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ പിന്നെ അതിന് പറ്റിയ കാലാവസ്ഥയാണ്. ചൂടുണ്ടാവില്ല, പിന്നെ വിശ്രമം കിട്ടും. കാരണം ഈ പുറത്തുനിന്ന് അധികം ആൾക്കാർ ഇറങ്ങിപ്പോലെ ഈ പിന്നെ മഴ തോരാത്ത മഴയൊക്കെ ആവുമ്പോ വീട്ടില് അടഞ്ഞുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിനൊരു പിന്നെ വിശ്രമം കിട്ടും. അപ്പോൾ ഈ ഔഷധം കൂടുതൽ പഠിക്കും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ TV കണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ വരുന്ന കണ്ടില്ല. ഇപ്പോൾ കൊറോണ വൈറസ്, കോവിഡ് എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്. അതിനൊന്നും പ്രതിവിധി കണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ ആരോഗ്യം നിലനിർത്തിയാൽ അതിന് കുറെ ഒരു പരിധി വരെ അതിന് ചേർത്ത് നിൽക്കാൻ കഴിയും. അതിനുള്ള ഔഷധങ്ങളാണ് ഇപ്പൊ ഇതിൽ ചേർത്തിട്ട് ഔഷധമൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 30 ദിവസം കുടിക്കാല്ലേ? ഇതിന്റെ കൂടെ യോഗയും ചെയ്യാം. കുടിച്ചോളി. അപ്പൊ ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട, എല്ലാരും വെച്ചോളി, കുടിച്ചോളി.